സെം പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് രണ്ട് ആശയങ്ങളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് കോമൺ സെൻസ്. ഈ രണ്ട് ആശയങ്ങളെയാണ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് C.W. വിൽസ് ആണ്. അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സാമൂഹ്യ പ്രശ്നങ്ങളായി കാണാനുള്ള കഴിവിനെയാണ് അദ്ദേഹം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് വ്യക്തിപരമായിട്ടുള്ള ഓരോ പ്രശ്നവും സമൂഹത്തിന്റെ പ്രശ്നമാണെന്നും അത് സാമൂഹ്യ പ്രശ്നമായി പരിഗണിക്കുകയും ചെയ്യുന്നതിനുള്ള കഴിവിനുമാണ് അദ്ദേഹം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹ്യ പ്രശ്നങ്ങളും എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എന്താണ്, ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ആരോഗ്യം, അല്ലെ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ ആരോഗ്യനില എന്ന് പറയുന്നത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അതേസമയം സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അല്ല ഒരു വ്യക്തിക്ക് അപ്പുറം ഒരു ഗ്രൂപ്പിനെയോ ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നും പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇതില് വ്യക്തിപരമായ പ്രശ്നങ്ങൾ എങ്ങനെ സാമൂഹ്യ പ്രശ്നങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നമായി പരിഗണിക്കും എന്ന് നമ്മൾ നോക്കിക്കാണുന്ന സമയത്താണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രസക്തി. അതായത് ഒരു വ്യക്തിയുടെ ആരോഗ്യനില അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാനസിക നില അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് അത്ര മെച്ചപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ തീർത്തും അത് വ്യക്തിപരമായിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ മാനസികാരോഗ്യം മുഴുവൻ പ്രശ്നത്തിലാകുന്നു അല്ലെങ്കിൽ തകിടം മറിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, അത് സമൂഹത്തിന്റെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഉടലെടുക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ വ്യക്തമാണെങ്കിൽ ഇപ്പൊ യുവാക്കൾ ഒരു വ്യക്തി ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിന് നമ്മൾ കുറച്ചുകൂടെ വളരെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് നോക്കിക്കാണും, അല്ലെങ്കിൽ വ്യക്തിപരമാണ് എന്ന് നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈയിടെ പോലെ നമ്മൾ വളരെയധികം വാർത്തകളിലെല്ലാം ഇടപെടുന്നതാണ് എന്താണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയല്ല പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്, പകരം എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ്. അതായത് യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് തീർത്തും സാമൂഹ്യ പ്രശ്നമാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്ത് ഇത് എന്താണ് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുമ്പോൾ അത് തീർത്തും എന്താണ് സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സമൂഹത്തിലേക്ക് ബാധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഘത്തെയോ ബാധിക്കുന്നതോടുകൂടി അതെന്താകുന്നുണ്ട്, സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ എന്താണ് സാമൂഹ്യപരമായിട്ടും നമ്മൾ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നമായിട്ട് പരിഗണിക്കാനുള്ള ഒരു കഴിവിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. നിരവധി ഉദാഹരണങ്ങൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലുണ്ട്. ഉദാഹരണം നമ്മൾ പറയുന്ന ആരോഗ്യനിലകൾ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യുവാവിന് ഒരു തൊഴിലില്ല എന്ന് പറയുമ്പോൾ അത് വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. അതായത് അത് വ്യക്തിക്ക് ജോലിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുമാനമില്ല എന്ന് മാത്രമാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ അതിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് 2 വ്യക്തിയാവുന്നു അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ചെയ്ത് അതിന്റെ തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ അത് തീർത്തും എന്താണ് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാന പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ലാതെ സാമൂഹ്യ പ്രശ്നമായിട്ട് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നിടത്തു നിന്നാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആശയം കൂടുതൽ പ്രസക്തമാകുന്നത്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ
സാമൂഹ്യ പ്രശ്നങ്ങളായിട്ട് നോക്കിക്കാണാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ പരിഗണിക്കുന്നതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് മിൽസ് അഭിപ്രായപ്പെടുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും സാമൂഹികമായി നോക്കിക്കാണാൻ ശ്രമിക്കുക എന്നൊരു ആശയം കൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പ്രോബ്ലം എന്ന രീതിയിൽ, അതായത് ഇൻഡിവിജ്വൽ സ്റ്റഡീസ് എന്നതിനോടൊപ്പം തന്നെ അതൊരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമാണ് ഇതൊന്നും നോക്കിക്കാണാതെ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ ധാരാളം സാമൂഹ്യ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്നാണ് മിൽസ് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ആ ഒരു ആശയത്തെയാണ് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സാമൂഹ്യപരമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ മനസ്സിലാക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് കോമൺ സെൻസ്. പൊതുവെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കോമൺ സെൻസ്, അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന പദം. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻധാരണ അല്ലെങ്കിൽ മുന്നറിവ്. നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള മുൻകൂട്ടി അറിയുന്ന അറിവുകളെയാണ് നമ്മൾ കോമൺ സെൻസ് അല്ലെങ്കിൽ കോമൺ സെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി എടുക്കുന്ന ഒരു അറിവുണ്ട്. അതായത് ഇതിനെയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കോമൺ സെൻസ് ഇപ്പം നമുക്ക് സോഷ്യോളജിയിലേക്ക് ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ സമൂഹം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ധാരണകളുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് ധാരണകൾ വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഓരോ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സാമൂഹ്യ സ്ഥാപനങ്ങളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പർട്ടിക്കുലർലി സമൂഹം കൽപ്പിച്ചിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വരുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്രകാരമാണ് നമ്മൾ ഇതിൽ പെരുമാറേണ്ടത് എന്ന് പറയുന്ന ചില മുൻധാരണകൾ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റി നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നതല്ല കൃത്യമായിട്ട് പറയേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ സൊസൈറ്റി നമുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ അതിന് പ്രകാരമാണ്, ആ മുൻധാരണകൾ വെച്ചുകൊണ്ടാണ് നമ്മളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പെരുമാറ്റ രീതികൾ അതിന് മികച്ച ഉദാഹരണമാണ്, അല്ലേ? ഒരിടത്ത് ആരും നമ്മൾ പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അറിയാം, എങ്ങനെ പെരുമാറണം, ഓരോ പ്രത്യേകമായിട്ടുള്ള ഒക്കേഷനുകളിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ഒരു മുൻധാരണ വെച്ചുകൊണ്ടാണ്. നമുക്ക് ആരും പഠിപ്പിച്ചു തരുന്നതല്ല. പകരം എന്താണ്, നമുക്ക് പ്രീവിയസ്ലി നമ്മൾ കേട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയോ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടറിവിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പീരിയൻസിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് മുൻധാരണകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മുൻധാരണകൾ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സമൂഹത്തിൽ പെരുമാറുന്നത്, അല്ലെ? എസ്പെഷ്യലി ഒരു ഒക്കേഷൻ നമ്മൾ പലതും ഇപ്പൊ ഒരു മരണവീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്കൊരു മുൻധാരണയാണ്. നമുക്ക് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള, അത് നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ എന്നൊന്നുമില്ല, അല്ലെ? നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ വീടുകളിൽ നമ്മൾ അത് അനുഭവിക്കണം എന്നൊന്നുമില്ല. മറ്റ് ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഓരോ രീതികളും സമൂഹത്തിന്റെ ഓരോ ഘടനയും അല്ലെങ്കിൽ സമൂഹത്തിൽ വരുന്ന ഓരോ സംഭവവികാസങ്ങളെ കുറിച്ചും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും അറിവും ഉണ്ടായിരിക്കും. പക്ഷേ ഈ അറിവും അനുഭവങ്ങളും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തവുമായിരിക്കും. അതായത് സാമാന്യ ബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുൻധാരണ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി നേരിട്ട് മുൻകൂട്ടി അറിയപ്പെടുന്ന ഒരു അറിവാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ അറിവ് എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് വ്യത്യസ്തമായിരിക്കും. അതായത് ഓരോ വ്യക്തിയും ഒരേ കാര്യത്തെ അനുഭവിച്ചറിയുന്ന രീതി അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതി ആ വ്യക്തിയുടെ ചുറ്റുപാടിനെയും സാഹചര്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങളും വീക്ഷണങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സാമാന്യ ബോധം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർലി നമുക്ക് ഒരു സെൻസിൽ മാത്രം എടുക്കാനായിട്ട് സാധിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു നിഷ്പക്ഷത ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായും സത്യസന്ധമാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം ഒരു വിഷയത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിഭാസത്തെ പല വ്യക്തികൾ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചറിയുന്നത് വ്യത്യസ്ത രീതിയിലും തോതിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ
ആ വ്യക്തിക്ക് എന്താണ് അത് ആ വ്യക്തിയുടെ മുൻധാരണ എന്ന് പറയുന്നത് പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ന്യൂട്രാലിറ്റിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പരിമിതിയോ നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് സത്യസന്ധമാണെന്നോ അല്ലെങ്കിൽ എല്ലാവരിലും സാമാന്യ ബോധം എന്ന് പറയുന്നത് ഒരേ രീതിയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ സാമാന്യ ബോധം സോഷ്യോളജിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യോളജി നമ്മൾ പറഞ്ഞു സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് ഇടപെടുന്ന എല്ലാ മേഖലകളെയും സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തെയും സമൂഹത്തിലുള്ള എല്ലാ ഘടകങ്ങളെയും പ്രോസസ്സുകളെയും സാമൂഹ്യ സ്ഥാപനങ്ങളെയും എല്ലാം നമ്മൾ സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ ജീവിത രീതി പ്രകാരം അല്ല സാഹചര്യങ്ങൾ പ്രകാരം എല്ലാം തന്നെ നമ്മളുടെ മുൻധാരണകൾ ഓരോ വിഷയത്തെക്കുറിച്ചിട്ടുള്ള മുൻധാരണകളും എന്തായിരിക്കും പൂർണ്ണമായും വ്യത്യസ്തവുമായിരിക്കും. അപ്പൊ ഈ മുൻധാരണകൾ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും സോഷ്യോളജി എന്ന വിഷയം പഠിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ധാരണകളിൽ തെറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കോമൺ സെൻസ് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പഠനത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ പേര് പറയുന്നില്ല, പക്ഷെ നമ്മൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾ ജാതിയെയോ മതമോ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന കമ്മ്യൂണിറ്റി ഇപ്രധാനമാണ് എന്നുള്ളത് നമ്മൾ കേട്ടറിവുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു മുൻധാരണയുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ചിന്തിച്ച പോലെയല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല ഇങ്ങനെ ഒരാളെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതൊരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു ജഡ്ജ്മെന്റിലായിട്ട് നമ്മൾ ഒരാളെ സമീപിക്കുന്ന പോലെയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഏത് വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അറിയാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു മുൻധാരണകൾ ഉണ്ടാവും. ആ മുൻധാരണകൾ എല്ലാം ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൽ പഠിക്കാനായിട്ട് സാധിക്കില്ല. കാരണം സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഇൻഡെപ്താണ്, റിയാലിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റിയാലിറ്റിയും നമ്മളുടെ വിശ്വാസവും തമ്മിൽ പലപ്പോഴും ഒരു വൈരുദ്ധ്യം നിലനിൽക്കാറുണ്ട്. അപ്പൊ നമ്മൾ സോഷ്യോളജിയിൽ ഒരിക്കലും ഒരു മുൻധാരണകൾ വെച്ചുകൊണ്ട് സോഷ്യോളജി എന്ന് പറയുന്ന പഠനം പൂർണ്ണമായിട്ട് നമുക്ക് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്തായിരിക്കും സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നോ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു മുൻ അറിവാണ് അല്ലെങ്കിൽ മുൻ ധാരണയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അത് മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് ഒരേ അനുപാതത്തിലോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും കോമൺ സെൻസ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു അറിവാണ് എന്ന് നമുക്ക് വാദിക്കാനായിട്ട് സാധിക്കില്ല. സോഷ്യോളജിയിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ സോഷ്യോളജിയിൽ കോമൺ സെൻസ് വെച്ചുകൊണ്ട് നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തെ സമീപിക്കുവാനായിട്ട് കഴിയില്ല. കാരണം സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് വ്യത്യസ്ത സമൂഹത്തെയും വ്യത്യസ്ത മാനുഷിക പെരുമാറ്റങ്ങളെയാണ്. എസ്പെഷ്യലി മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ പ്രഡിക്ഷനോടുകൂടി നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മളുടെ മുൻധാരണകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ജഡ്ജ്മെന്റിലായിട്ട് ഒരാളെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പഠനം പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടോ ഒരു വിഷയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനെക്കുറിച്ചുകൂടെ നിങ്ങൾ വ്യക്തിപരമായിട്ട് കൂടെ ചിന്തിക്കുക. നിങ്ങളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ട് നിങ്ങളൊരു മുൻധാരണകൾ വെച്ചുകൊണ്ടാണ് നിങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു പക്ഷേ ഒരു വ്യക്തി പരിചയപ്പെട്ടതിന് ശേഷമുള്ള അറിവും പരിചയപ്പെടുന്നതിന് മുമ്പ് അറിവും തമ്മിൽ അത്യധികം നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക്
അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു വ്യക്തികളെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളൊരു കോമൺ സെൻസ് വെച്ചുകൊണ്ട് നമുക്ക് സമീപിക്കുവാനായിട്ട് സാധിക്കില്ല. എസ്പെഷ്യലി സാമൂഹ്യ വിഷയങ്ങൾ സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻധാരണകൾ വെച്ചുകൊണ്ട് ഒരു വിഷയത്തെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത്ര പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുണപരമായിട്ടുള്ള ഒരു പഠന രീതി ആയിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സോഷ്യോളജിയിൽ കോമൺ സെൻസ് പറയുന്ന ഘടകത്തെ എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ടും നിഷേധിക്കുവാനും സാധിക്കില്ല. കാരണം നമുക്ക് ഒരു വിഷയത്തെ പഠിക്കണമെങ്കിൽ ഒരു അറിവ് നമുക്ക് വേണം. ആ വിഷയത്തിന്റെ ഒരു പ്രായോഗിക അറിവ്, അല്ലെങ്കിൽ ആ വിഷയം എന്താണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തെയാണ് പഠിക്കുന്നതെങ്കിൽ ആ സമൂഹത്തെ കുറിച്ചുള്ള ഒരു അറിവ്, ഒരു എന്താണ് ചെറിയൊരു പെർട്ടിക്കുലർ നോളേജ് നമ്മൾ നേടിയെടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ആ സമൂഹത്തെ പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കണം എന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് നിഷിദ്ധമായിട്ട് നിഷേധിക്കുവാനോ പൂർണ്ണമായിട്ട് അംഗീകരിക്കുവാനോ കഴിയില്ല. അതിനൊരു ന്യൂട്രാലിറ്റിയിൽ നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മുൻധാരണകൾ വെച്ച് നമുക്ക് ഒന്നിനെയും സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുൻധാരണകൾക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന റിയാലിറ്റിയുമായിട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സോഷ്യോളജി കുറച്ചുകൂടെ വാല്യൂ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു വാല്യൂ ഫ്രീ ആയിട്ട് പഠിക്കുന്നതായിരിക്കും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള സോഷ്യോളജിയിലും കോമൺ സെൻസും തമ്മിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേറ്റഡ് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് പോലെ തന്നെയാണ് സോഷ്യോളജിയും, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന മനുഷ്യ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ സെൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. അതായത് സോഷ്യോളജിക്ക് കോമൺ സെൻസ് ഇല്ല, അതായത് ഒരു സൊസൈറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യപരമായിട്ടുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ ഏതുമാവാം, ഒരു സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴോ നമുക്കൊരു അറിവ് ആവശ്യമാണ്, അല്ലെ? അപ്പോൾ ഒരു ആവശ്യം, ഒരു സാമാന്യ രീതിയിലുള്ള നമുക്കൊരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിഷയത്തെ സമീപിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കോമൺ സെൻസിന്റെ ആവശ്യകതയുണ്ട്. അതേസമയം കോമൺ സെൻസിന് നമ്മൾ പൂർണ്ണമായും ശരിയാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി, നമ്മൾ ഒരിക്കലും പുതിയ കാര്യത്തെ അക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അറിവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉടലെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് പല യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിക്കാനോ അല്ലെങ്കിൽ പൊരുത്തപ്പെടുവാനോ ഉള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകും. കാരണം നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങളല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്ന് എന്ത് പ്രശ്നമാണ്, സ്വാഭാവികമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. പലപ്പോഴും മാറ്റങ്ങളെയോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയോ ആക്സെപ്റ്റ് ചെയ്യാനോ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഘടനയിലാണ് പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയുവാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് പറയുന്നത് സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ് കൊണ്ട് പഠിക്കുന്നതായിരിക്കും സോഷ്യോളജിക്ക് ഏറ്റവും എളുപ്പമാവുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് കോമൺ സെൻസ് എന്നത് നിലനിൽക്കെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കോമൺ സെൻസിനെ വാലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവാലിഡ് അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ സോഷ്യോളജിയെ ഉപകരിക്കും. അതായത് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ നിലനിൽക്കുന്നതിന് പകരം കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സോടുകൂടി സോഷ്യോളജിയെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ വാല്യൂഫുള്ളി ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നുള്ളതാണ് എഡ്യൂക്കേറ്റഡ് കോമൺ സെൻസ് എന്നുകൊണ്ട് പറയുന്നത്. നമ്മളുടെ മുൻധാരണകളെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് വാസ്തവത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എഡ്യൂക്കേറ്റഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞത് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. അതായത് കോമൺ സെൻസ് എന്ന് പറയുന്നത് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്
മുൻധാരണകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് എല്ലാ വിഷയത്തെക്കുറിച്ചും ആളുകൾക്ക് വ്യക്തികൾക്ക് അവരവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും അറിവുകൾ ഉണ്ടായിരിക്കും. അത് പൂർണ്ണമായും സത്യസന്ധമായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവയാണ് പൂർണ്ണമായിട്ടും ശരിയെന്ന് നമുക്ക് വാദിക്കുവാൻ സാധിക്കില്ല എന്നൊരു അർത്ഥത്തിലാണ് കോമൺ സെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് സോഷ്യോളജിയിലേക്ക് വരുന്ന സമയത്താണ് അത് സോഷ്യോളജിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കോമൺ സെൻസ് അഥവാ എഡ്യൂക്കേറ്റഡ് കോമൺ സെൻസ് അല്ലെങ്കിൽ കോമൺ സെൻസ് ആൻഡ് സോഷ്യോളജി എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ അതിനെ കടത്തിവിടുന്ന സമയത്ത് വരുന്നത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കോമൺ സെൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള ബന്ധം ഉണ്ടാവുന്നത് എന്നാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റുകളാണ് ഇന്ന് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് കോമൺ സെൻസ്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായി കാണാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ ശ്രമിക്കുക എന്നുള്ള രീതിയെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് C.W. മിൽസ് ആണ്. C.W. മിൽസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തത് കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തെ കുറിച്ചുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ അറിവിനെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് സത്യസന്ധമാവണമെന്നില്ല, യാഥാർത്ഥ്യത്തെക്കുറിച്ച് യാഥാർത്ഥ്യമായിരിക്കണമെന്നുമില്ല. അതോടൊപ്പം തന്നെ അത് ഓരോ വ്യക്തിയിൽ നിന്നും വ്യക്തിയുടെ അനുഭവത്തെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിനാൽ കോമൺ സെൻസ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് സോഷ്യോളജിയിൽ കോമൺ സെൻസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗം. ഇത്രയുമാണ് നമ്മളുടെ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി നമ്മുടെ ബ്ലോക്ക് 1 പൂർണ്ണമാവുകയാണ്. താങ്ക് യു.